ഹിമാചൽ പ്രദേശിൽ കനത്ത മഞ്ഞുവീഴ്ച ആണ് ഉണ്ടാവുന്നത്. 2 ദേശീയപാതകളടക്കം 563 റോഡുകൾ അടച്ചുവെന്ന് സംസ്ഥാനത്തെ എമർജൻസി ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു. 5000-ഓളം ട്രാൻസ്ഫോമറുകളുടെ പ്രവർത്തനവും ബാധിക്കപ്പെട്ടതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. കനത്ത മഞ്ഞുവീഴ്ചയാണല്ലോ അനുഭവപ്പെടുന്നത്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അർജുൻ? മോത്തി, ഹിമാചൽ പ്രദേശിൽ ഇന്നലെ മാത്രം ഉണ്ടായിട്ടുള്ള മഞ്ഞുവീഴ്ചയ്ക്ക് പിന്നാലെ വലിയ മണ്ണിടിച്ചിലും ഈ മഞ്ഞെല്ലാം തന്നെ റോഡുകളിൽ കിടക്കുന്ന ഒരു അവസ്ഥയും എല്ലാം തന്നെ വലിയ തോതിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയുമൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത്. പക്ഷേ ഇന്നും ഹിമാചൽ പ്രദേശിൽ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഹിമാചൽ പ്രദേശിൽ മാത്രമല്ല, അത് ജമ്മു കാശ്മീരിലുമുണ്ട്. രാവിലെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയുള്ളത് ലഹോൾ സ്പിതി പറയുന്ന 2 മേഖലകളിലാണ്. അവിടെ ഏറ്റവും കുറഞ്ഞ താപനിലയായി ഇതിനോടകം തന്നെ -5 ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനിലയായിട്ട് 25 ഡിഗ്രിയുമാണ് ഉള്ളത്. ഇത്രത്തോളം റോഡുകൾ അവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ട്, പലതും അടച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും 2 ദേശീയപാതകൾ അവിടെ അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ്. അത് NH3 ആണ് ഒന്നാമത്തേത്. ഈ NH3 എന്ന് പറയുന്നത് റോത്തങ് പാസിനെയും അതുപോലെ ഡർച്ച, സർച്ചു എന്ന് പറയുന്ന മേഖലകളെയും ബന്ധിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത് ദേശീയപാത 505 ആണ്. അത് ബാത്തൽ, ലോസാർ എന്നീ പറയുന്ന 2 മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ദേശീയ പാതയാണ്. ഈ മഞ്ഞ് വീഴ്ചയും അതിന് പിന്നാലെ റോഡിൽ വലിയ തോതിൽ മഞ്ഞ് കുമിഞ്ഞു കൊടുക്കുന്ന എല്ലാം തന്നെ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ? ടൂറിസ്റ്റുകൾക്ക് നൽകുന്ന നിർദ്ദേശം, അതുപോലെ തന്നെ തദ്ദേശവാസികൾക്ക് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെയാണ്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ? സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓഫീസുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അതായത് ഈ പ്രശ്നബാധിത മേഖലയിലല്ലാത്ത ഓഫീസുകൾക്കാണ് ഇപ്പോൾ പ്രവർത്തനം അവർ നിർബന്ധമാക്കിയിരിക്കുന്നത്. അല്ലാത്തവർക്ക് ഇപ്പോൾ താൽക്കാലികമായി വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സൗകര്യം കൂടി നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് നൽകിയിട്ടുള്ളൊരു നിർദ്ദേശമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഷിംലയിലടക്കം കഴിഞ്ഞ 4 മാസത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഈ ഡിസംബറിലും നവംബറിലും ഒന്നും മഞ്ഞുവീഴ്ച ഉണ്ടായില്ല. ഇപ്പോൾ ജനുവരി മാസം അവസാനത്തോടെയാണ് ഷിംലയിൽ ഇപ്പോൾ ഇന്നലെ ആദ്യമായി മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ വലിയ തോതിൽ ടൂറിസ്റ്റുകൾ ഈ മേഖലയിലേക്കെല്ലാം തന്നെ, ഇപ്പോൾ മണാലി ആയാലും ഷിംലയിലെല്ലാം വീണ്ടും പലയിടത്തു നിന്നും പുറപ്പെട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. പരമാവധി ഉയർന്ന മേഖലകളിലേക്ക്, ഈ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയർന്നിട്ടുള്ള മേഖലകളിലേക്ക് പോകാതിരിക്കുക, പരമാവധി ആ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഹിമാചൽ സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് ആളുകൾ ഒറ്റപ്പെട്ടു പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോകണ്ട എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പിന്നീട് ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ദുഷ്കരമാകും. പ്രത്യേകിച്ചും കണക്ടിവിറ്റി പലയിടങ്ങളിലേക്കുമില്ല. സമാനമായിട്ടുള്ള അവസ്ഥ ജമ്മു കാശ്മീരിലുമുണ്ട്. ദോധയിലുമാണെങ്കിലും ഈ ചമ്പ ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം തന്നെ ഇന്ന് രാവിലെ വീണ്ടും മഞ്ഞുവീഴ്ചയുണ്ട്. അവിടെയും ഈ ശ്രീനഗറിലാണെങ്കിൽ വിമാനത്താവള സർവീസുകളടക്കം ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നലെയും പോയിരുന്നു, ഇന്നും സമാനമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡും ഡൽഹിയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശീതക്കാറ്റും ശീതതരംഗവും നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ സമാനമായിട്ടുള്ള മഴയില്ല എന്നുള്ള കാര്യം മാത്രമാണ്. എന്നാലും ശീതതരംഗവും ശീതക്കാറ്റും വലിയ തോതിൽ ഈ താപനില കുറയ്ക്കാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. തണുപ്പ് വീണ്ടും ചെറിയൊരു 2-3 ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തണുപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഡൽഹിയിലടക്കം കാണാൻ സാധിക്കുന്നത്.